ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിലുണ്ടല്ലോ റമദാന് തൊട്ട് മുമ്പിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എന്നുവെച്ചാൽ റമദാൻ്റെ തലേന്ന് രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ടു നോക്കട്ടെ. പിന്നെ ഇതിൽ അടിപൊളി റമദാൻ്റെ അന്ന് ഫസ്റ്റത്തെ നോമ്പിന് തന്നെ അത്താഴത്തിന് അടിപൊളി ബീഫ് ബിരിയാണി, കുറ്റിച്ചിറ കോഴിക്കോടൻ ദമ്മിട്ട ബീഫ് ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റത്തേന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗിഫ്റ്റ് ലാൻഡിലേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഷെല്ലക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഷെല്ലൻ്റെ ഫ്രണ്ട്സിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നോർമലി നമ്മൾ ഷെല്ലൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ല, ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഷെല്ലൻ്റെ മോൻ്റെ ഒന്നും. അപ്പോൾ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ ഗിഫ്റ്റ്സ് കൊണ്ടും ബർത്ത്ഡേൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊണ്ടുവരുത്തുണ്ട്. അപ്പോൾ എപ്പോഴും വന്ന് പറയും കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷത്തിന് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, അതല്ലാണ്ട് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കേണ്ട, അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. പ്ലേ സ്കൂളിലുള്ള സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഞാൻ പ്ലേ സ്കൂൾ കഴിയാനായ സമയത്ത് ഒരു വർഷത്തിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതേമാതിരി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ നോമ്പ് എക്സാം നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ നോൻപ് കഴിയുമ്പോഴത്തേക്കും എക്സാമൊക്കെ കഴിഞ്ഞിപ്പോൾ അടുത്ത 2 ദിവസം കൊണ്ട് തന്നെ ഇവിടെ സ്കൂൾ ക്ലോസ് ആവും. അപ്പോൾ പിന്നെ അതിന് മുമ്പേ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് മാഷാ അല്ലാഹ് റമദാൻ്റെ കുറച്ച് ഞാൻ നോമ്പിന് ആയിട്ട് അത്യാവശ്യം കുറച്ച് ഇതുപോലെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതൊക്കെ ഇതാണ് കേട്ടോ, ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെ ചെറുതൊക്കെ ഞാൻ റമദാനിലേക്ക് കുറച്ച് വാങ്ങിയിരുന്നു. ഇവിടുന്ന് ഇതൊക്കെ ഞാൻ ഇതുപോലെ അവിടുന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. നമുക്ക് മാഷാ അല്ലാഹ് നല്ല പുതിയ വീടൊക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് പറ്റിയിട്ടുള്ള പാത്ര ഐറ്റംസ്, ഡിന്നർ സെറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കറാമയിൽ വന്നു കഴിഞ്ഞാൽ, UAE കറാമയിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കളക്ഷൻ ഉണ്ട്. നല്ല റീസണബിൾ പ്രൈസിന് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഐറ്റം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാർഗോ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. പക്ഷേ കളക്ട് ചെയ്ത് കൊണ്ടുവച്ചാൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ ഞാനിവിടുന്ന് ഇതേമാതിരി റമദാനിലേക്ക് കുറച്ചേശായിട്ട് ഇവിടുന്ന് പാത്രം വാങ്ങിയിരുന്നു. കുറേശ്ശൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ റീസണബിൾ പ്രൈസ് ആയിട്ട് തോന്നലുള്ളൂ വാങ്ങാനും. പിന്നെ ഇവിടെ നിന്ന് എന്താ വെച്ചാൽ ഈ കുക്ക് വെയർ സെറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ നോർമലി കുക്ക് ചെയ്യുന്ന ഐറ്റംസ് പാത്രങ്ങളുണ്ടല്ലോ, അതൊന്നും അത്ര നല്ലതല്ല. കാരണം അതൊക്കെ ഒന്നാമത് ബ്രാൻഡഡ് ആയിരിക്കില്ല, ക്വാളിറ്റി കുറവുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങനത്തെ ഒന്നും വാങ്ങുന്നത് നല്ലതല്ല. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ ഇതുപോലെ നല്ല ഭംഗിക്ക് ഇപ്പം നമ്മളൊക്കെ ഈ പോലെ പലഹാരങ്ങൾ, പുഡിങ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് സ്വതവേ വാങ്ങൽ. നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ, നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ, അങ്ങനത്തെയൊക്കെ ഇവിടുന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ ഇതേമാതിരി കുറച്ച് ഇതേമാതിരി വീട്ടിലേക്ക് കുറച്ച് ഇതുപോലെ ട്രേ ഐറ്റംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പ്ലേറ്റുകൾ അങ്ങനത്തെയൊക്കെ കണ്ടപ്പോൾ റമദാന് തൊട്ട് മുന്നേ ഞാൻ അങ്ങനെ വാങ്ങിയിരുന്നു. ഒരു ഐറ്റം തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ഏരിയ തൊട്ട് അടുത്ത ഏരിയ വരെ അതിൻ്റെ പല രീതിയിലും ഐറ്റംസും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഇതാണ്, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല, ബ്രാൻഡഡ് അല്ല. അപ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ഞാൻ വാങ്ങിയത്. എന്തോ 36 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫുള്ളായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റാണ് ഞാൻ വാങ്ങിയത്. മാഷാ അല്ലാഹ് മാമിനായാലും കുട്ടിയേക്കായാലും ഭയങ്കര സന്തോഷമായിപ്പോയി. ഇത്രയും വലിയ ഗിഫ്റ്റ് എല്ലാവർക്കും ഓരോന്നോരോന്ന് കിട്ടിയപ്പം ഞാൻ പറഞ്ഞിരുന്നു ഓളോടി, വാങ്ങുന്നത് നല്ലത് വാങ്ങിത്തരണ്ടേ, നേരെ മറിച്ചിട്ട് ബർത്ത്ഡേ ആയിട്ട് കൊടുക്കേണ്ട, എൻ്റെ സന്തോഷത്തിന് വേണ്ടി കൊടുത്താൽ മതി എന്നൊക്കെ മാമിനോട് പറഞ്ഞിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഷെല്ലിൻ്റെ പിന്നെ സെലക്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ നേരെ ബാഗിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് ബാഗ് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസിലൊക്കെ കാണിക്കാമെന്നൊക്കെ കരുതിയിട്ട് പിന്നെ ഒന്നുകൊണ്ട് ബാഗ് ഞാൻ നോക്കിയിരുന്നു കേട്ടോ. അവിടുന്ന് അതേമാതിരി കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ അതും ഇതേമാതിരി വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ.
ഇങ്ങനത്തെയൊക്കെ ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. ഒരുപാട് കാലമൊക്കെ നിൽക്കും. ഈ ലെതർ പോലെയുള്ള ക്ലോത്തിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ബാഗ് ഒരുപാട് കാലം ചീത്താവാണ്ട് നമുക്ക് നിൽക്കും. മറ്റേ ക്ലോത്ത് ഉണ്ടാവില്ല, നമ്മൾ ഈ ലെതർ ടൈപ്പ് ക്ലോത്തൊക്കെ ആകുമ്പോഴേക്കും പിന്നെ വേഗം എന്താ പറയുക തൊലി ഇരിഞ്ഞിട്ടൊക്കെ പോകും. പക്ഷേ ഇതുപോലെ ഫാൻസി ഐറ്റംസ് ബാഗൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ നല്ല ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് ഒരു ഏരിയ തൊട്ട് ഒരു ഏരിയ വരെ പല ആണിതിപ്പോൾ ഫാൻസി ഐറ്റംസ് മാത്രമായിട്ടുണ്ടാവും. നമുക്ക് ഏതൊക്കെ ടൈപ്പിലിടാനുള്ളതോ എന്താണ് സൈഡ് ബാഗായിട്ടോ ക്രോസ് ബാഗായിട്ടോ അതിൻ്റെയൊക്കെ ഒരുപാട് ഏരിയകൾ അവിടെ ഉണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ സെക്ഷനിലേക്കൊന്നും പോയിട്ടില്ല. ഓൾറെഡി അന്ന് രാത്രി അത്താഴത്തിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ അതിനെക്കൊണ്ട് ഞാൻ വേഗം പകൽ പോയി വന്നതാണ്. ശരിക്കും ചൈനയിൽ പോയി എന്ന് വന്ന ആ ഒരു പകലാണ് പോയി വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഓളെ ഫ്രണ്ട്സിന് 26 30 പീസായിട്ട് ഞാൻ വാങ്ങിയിരുന്നു. ഇതുപോലെ കവറിലാക്കി കൊടുത്തിരുന്നു. ഞാൻ മാമിനോട് ഓൾറെഡി പറഞ്ഞതാണ് ബർത്ത്ഡേ ഒന്നല്ല സെലിബ്രേറ്റ് ചെയ്യണം. മാം പിന്നെ ഓളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും വേണ്ടേ വെച്ചിട്ട് മാമിൻ്റെ ഇഷ്ടത്തിനാണ് പിന്നെ എല്ലാവരെയും വിളിച്ചതൊക്കെ ചെയ്തതൊക്കെ. എന്തായാലും വെച്ചാൽ സാറില്ല പോട്ടെ എന്നൊക്കെ കരുതി. ഇതിപ്പോൾ ഞാൻ അടിപൊളി അത്താഴത്തിന് വേണ്ടിയിട്ട് ഒരു ബീഫ് ദമ്മിട്ട ബിരിയാണി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ട് അത്യാവശ്യം നല്ലോണം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിനുള്ളവോ കാര്യങ്ങളൊന്നുമില്ല. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചോറിന് അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ജീരകശാല റൈസാണ് എടുത്തിട്ട് ഞാനൊരു 4-4.5 ഗ്ലാസ് ജീരകശാല റൈസ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിക്ക് വെക്കുന്ന ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്താഴത്തിനേക്കാണ് ഫസ്റ്റ് നോമ്പിൽ അത്താഴത്തിനേക്ക് വേണ്ടിയിട്ടുള്ളതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ പാകത്തിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നല്ല വൈറ്റായിട്ടുള്ള റൈസ് കിട്ടാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. നിങ്ങൾ ഈ രീതിയിൽ ചോറ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അത്രയും ഗ്യാരണ്ടി പറയാം, നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടേ. കാരണം അത്രയ്ക്ക് ഡിച്ച് നമ്മൾ ഈ കുറ്റിച്ചിറ കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ അതേ ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് ദമ്മിട്ടിട്ട്. ഇപ്പം ഞാൻ അരിയൊക്കെ കഴുകി ഊറ്റിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിന് അളവില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു വലിയൊരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം എടുത്ത് വെച്ചാൽ മതി. വെള്ളത്തിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കായൊക്കെ ഇട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം അരിയും ചേർത്ത് കറക്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും അരി നല്ലോണം തിളച്ച് വരും. തിളച്ചതിന് ശേഷം അരി നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അരി ഒന്ന് പൊട്ടി വരാണ്ട് മീൻസ് നമ്മളെ കൈകൊണ്ട് ഇതുപോലെ എടുക്കുന്ന സമയത്ത് അരി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പൊട്ടി വരും. ഈ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അരി നമ്മളിതിൽ തിളപ്പിക്കാൻ പാടില്ല. കണ്ടല്ലോ ഇതുപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ അരി എടുത്തിട്ട് ഊറ്റി വെക്കാം. ഞാൻ അപ്പോൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അരി ഊറ്റി വെച്ച് മൂടി വെക്കണം കേട്ടോ. ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഒരു വലിയ പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലയാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ മസാല തയ്യാറാക്കുന്നത്. എനിക്ക് ഓയിലിനേക്കാളും വെളിച്ചെണ്ണക്കാണ് ടേസ്റ്റ് തോന്നൽ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷായിട്ട് ഇറച്ചി വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് നേരെ കാണുന്നത് ഇറച്ചിപ്പുഴയാണ് കേട്ടോ. ഇവിടെ മാഷാല്ലാ നമ്മളെ റൂമിൻ്റെ താഴത്തെ എല്ലാ പച്ചക്കറി ആയാലും മീനായാലും ഇറച്ചിയായാലും ചിക്കനും മട്ടൻ എന്തും ഫ്രഷായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഫ്രഷിൽ തന്നെ അപ്പം പോയി വാങ്ങുന്നതാണ്. റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഇറച്ചിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു 4-5. ഇനി അതിലേക്ക് ഞാൻ പാകത്തിന് എടുത്തിട്ടുള്ളത് 5 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള 20 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 7 സവാളാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലിൽ ഒരു സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഗോൾഡൻ കളറായി എടുക്കുന്നുണ്ട്. അത് ഞാൻ
വേറൊരു ചീനച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി നാട്ടിലത്തേക്കാണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു ചൂണ്ടുവിരലിൻ്റെ വലുപ്പത്തിലുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ബീഫ് കഴുകിയിട്ട് 1 കിലോ ബീഫാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ 1 കിലോ ബീഫ് കഴുകി വെള്ളം കൂറ്റിയതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിനാവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇറച്ചിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്കുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്താണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3.5 ടേബിൾ സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 വലിയ ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഭാഗം അതിൽ കാണുന്നില്ല. അപ്പോൾ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണിത്. 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 3.5 ടേബിൾ സ്പൂണ് പെരുംജീരകപ്പൊടി, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ചെറുനാരങ്ങൻ്റെ നീര്, 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ദമ്മിടുന്ന സമയത്ത് മാത്രമേ ഗ്യാസ് ഓൺ ആക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ മസാല ഇറച്ചിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പൊടികളും മസാലയും ഒക്കെ മൊത്തത്തിലൊന്ന് ഇറച്ചിയിൽ നല്ലോണം ഒന്ന് മസാലയൊക്കെ നല്ല പിടിക്കും വിധം നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ദം എങ്ങനെ ഇടാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ദമ്മിടാൻ ചോറിനും മസാലക്കും കൊള്ളും വിധമുള്ള പാത്രമാണ് എടുക്കേണ്ടത്. നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ അടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയും ബീഫും എല്ലാം കൂടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അടിയിൽ ഇട്ട് കൊടുക്കുക. ശേഷം 2 കറാമ്പൂ, പട്ട, ഏലക്കായ് എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ നേരത്തെ, അത് ഇതിലേക്ക് ഓരോ സെറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സെറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും 2-3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അരി വേവിക്കുന്ന സമയത്ത് ആകെ 2 ടേബിൾ സ്പൂൺ ഓയിലല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അരിക്ക് അത്യാവശ്യം നല്ല എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യും ഓയിലും ഓരോ സെറ്റിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം കുറച്ച് ഗരം മസാലയും ചേർത്ത് ശേഷം മൊത്തത്തിൽ ബാക്കിയുള്ള അരി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിലും നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ സവാളയും കുറച്ച് മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ശേഷം ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറാണ് ഇത് ദമ്മിടേണ്ടത്. എന്ന് വെച്ചാൽ കറക്റ്റ് ഫസ്റ്റത്തെ 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 50 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലുമാണ് വെക്കേണ്ടത്. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കണം. പിന്നെ ഇതിലേക്കുള്ള ചമ്മന്തി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവാളയും, പിന്നെ ഒരു വലിയൊരു കൈപ്പിടി തേങ്ങയും, 2-3 ടേബിൾ സ്പൂൺ സുറുക്കല്ലേ നമ്മൾ വിനാഗിരി, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കൂടി ചേർത്തിട്ട് പച്ചമുളക് ഞാൻ ഇതിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ദമ്മ് പൊട്ടിച്ചത്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും. ഇപ്പം ഞാൻ ഗ്യാസ് 1 മണിക്കൂർ കറക്റ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഗ്യാസ് ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷമാണ് ദമ്മ് പൊട്ടിച്ചത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ തോന്നും 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചാൽ അടി പിടിക്കുന്നു. ഒരു അടി പിടിക്കില്ല. അത്രയും ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് ഈ 1 മണിക്കൂറും 50 മിനിറ്റ് നമ്മൾ വളരെ ചെറിയ തീയിൽ, ഏറ്റവും ലോ ഫ്ലെയിം എന്ന് പറയില്ലേ ഗ്യാസിൻ്റെ, അതിൽ വെച്ചിട്ട് വേണം ഈ 1 മണിക്കൂർ ഈ ബീഫ് വേവിച്ചെടുക്കാൻ. പക്ഷെ നമ്മൾ അരിക്ക് ഒരു എന്താ പറയുക അലിഞ്ഞു പോകാമെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ അരി ഊറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ 1 മണിക്കൂർ വെച്ചാലും അരിക്കൊന്നും പറ്റില്ല. അരി നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് വിട്ട് കിട്ടിയിട്ട് വെന്ത് വന്നിട്ടുള്ളത്. ഒരുപാട് അലിഞ്ഞിട്ടുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു പുഡിങ് തയ്യാറാക്കിയിരുന്നു കേട്ടോ. ഏതായാലും ശരിക്കും ചൈനയിൽ നിന്ന് വന്നതല്ലേ.
അപ്പോൾ ശരിക്കൊക്കെ ഈ പറഞ്ഞ മാതിരി ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല. ശരിക്കും ബ്രദേഴ്സൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരെയാണ് അന്ന് ഉച്ചക്കത്തേക്ക് ഇതേമാതിരി വിളിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ഈ കസ്റ്റേർഡ് പുഡിങ്ങാണ് തയ്യാറാക്കിയത്. പെട്ടെന്നൊരു പൂതിക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ റമദാനല്ലേ, പുഡിംഗ് ഒന്ന് തയ്യാറാക്കുമല്ലോ വെച്ചിട്ട് ഞാനിതുമാതിരി കസ്റ്റേർഡ് പുഡിങ്ങാണ് തയ്യാറാക്കിയത്. ലാസ്റ്റ് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പുഡിങ് പിന്നെ എല്ലാവർക്കും സ്വന്തം അറിയുന്ന മാതിരി പാലും പഞ്ചസാരയും കസ്റ്റേർഡും വാനില എസൻസും മാത്രമേ ചേർത്തിട്ട് ഇതുപോലെ കുറുക്കി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ നമ്മൾ ഉച്ചക്കത്തേക്ക് രാത്രിത്തേക്ക് ഒറ്റ ബിരിയാണി ആക്കി വെച്ചതാണ്. ഇനി പത്തായത്തിനൊക്കെ കൂടിയുള്ള ബിരിയാണി ആക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ടുള്ളത്. ഇതുപോലെ തന്നെ റമദാൻ്റെ ചെറിയ ചെറിയ ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നോമ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര എത്തിപ്പെടില്ലല്ലോ, ഓരോ സാധനങ്ങൾ വാങ്ങാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് ഷെയർക്ക് ഇല്ലിയും താനും പിന്നെ അപ്പോൾ ഈ പറഞ്ഞ മാതിരി വന്ന അന്ന് തന്നെ പിന്നെ നമ്മൾ ഓരോ പണികളൊക്കെ അങ്ങനെ തീർത്തതായിരുന്നു. അപ്പോൾ ഷെയർക്ക് വരുന്ന സമയത്ത് ഇതേമാതിരി ഞാനിത് ബാറ്റ് കൊണ്ടുവന്നിരുന്നു, മറ്റേ ഷട്ടിൽ ബാറ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ബാറ്റിൻ്റെ സ്ട്രിങ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ UAE മദീന മാളിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ സ്പോർട്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്ട്രിങ് ഇട്ട് കൊടുക്കും, മീൻസ് അതിൻ്റെ ബാറ്റ് നെറ്റ് അവർ അവിടെ നിന്ന് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടേക്ക് ഞാൻ നേരെ ഇങ്ങനെ ഇത് കയറിയ സമയത്താണ് കാണുന്നത്. എക്സ്പ്ലോർ കയറിയ സമയത്ത് ഇതുപോലെ ഈ അബായൊക്കെ ഇവിടെ ഇതാക്കി ചെയ്ത് UAEയിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ മദീന മാളിലൊക്കെ ഒന്ന് വന്ന് നോക്കുക ചെയ്യേണ്ടി കേട്ടോ. ഭയങ്കര റീസണബിൾ പ്രൈസിനാണ് ഇവിടെ അബായൊക്കെ. ആകെ 30 ദിർഹംസ് റേറ്റ് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ അബായാണ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ പരിപാടിയോ അങ്ങനെ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പോക്കിനൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് അബായസൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചില്ല, പക്ഷെ ഞാനിതുപോലെ വീഡിയോസൊക്കെ ഇതുപോലെ കണ്ടപ്പോൾ ഇതേമാതിരി എടുത്തതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ നല്ല റീസണബിൾ പ്രൈസിന് ഒരുപാട് അബായാസ് ഉണ്ട് കേട്ടോ. ഇവിടെ പ്ലെയിനിൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, പക്ഷെ നമുക്ക് പെട്ടെന്നുള്ള പോക്കിനൊക്കെ വെറുതെ പോക്കിനൊക്കെ എടുത്തിടാൻ പറ്റി യൂസ് ആക്കാൻ പറ്റിയ അബായാസാണ്. പിന്നെ ഇവിടെ ഒരു സിൽവർ കൗണ്ടർ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഷെയർക്ക് ഇതേമാതിരി റിങ് വാങ്ങുമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ പോയ സമയത്തേ റിങ് നോക്കിയിരുന്നു, പക്ഷേ ഷെയർക്കാൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഷെയർക്കാൻ്റെ സൈസിന് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കറക്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് നോക്കിയ അതേ ഐറ്റം തന്നെ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പുതിയ കണ്ടപ്പോൾ ഞാൻ വേഗം പറഞ്ഞു ഷെയർക്കൊന്ന് വാങ്ങട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് ഇതേമാതിരി ഒരു റിങ് വാങ്ങിക്കൊടുത്തതാണ്. കറക്റ്റ് ഇതാ ഷെയർക്കാൻ്റെ കറക്റ്റ് സൈസിനുള്ള റിങ് കിട്ടിയിരുന്നു. അങ്ങനെ റിങ്ങൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ വാങ്ങി അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേമാതിരി ബാറ്റ് സ്റ്റിങ് ചെയ്യാൻ ആ ഷോപ്പിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഇതേമാതിരി മക്കൾക്ക് ഇതേമാതിരി ഡൊണറ്റ്സ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇതേമാതിരി ഡൊണറ്റ്സിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു കൗണ്ടർ. ആ മാളിലെ തന്നെ എല്ലാ ഭാഗത്തും ഓരോരോ ഒരു കൗണ്ടറിൽ ഇതേമാതിരി എന്താ പറയുക ഡൊണറ്റ്സിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നില്ല. നേരെ നമ്മൾ സ്പോർട്സിൻ്റെ ഷോപ്പിലേക്ക് കയറി. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ 1 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും ഇതിങ്ങനെ ഈ സ്ട്രിങ്സ് ഇങ്ങനെ അവർ കൈകൊണ്ട് തന്നെ അവരിങ്ങനെ വെച്ചിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും 1 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ബോറടിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചോളി, ഞാൻ ജസ്റ്റ് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പിന്നെ അവിടുന്ന് വേഗം നടക്കാൻ വേണ്ടി പോയി. കാരണം 1 മണിക്കൂറൊക്കെ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അമ്മക്കും മടിയാവല്ലോ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളെ സെക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫാൻസി അത് ഇത് ഓർണമെൻറ്റ്സും ഡ്രസ്സ് ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ വെറുതെയൊക്കെ കാണാനൊക്കെ കരുതിയിട്ട് ഞാനിങ്ങനെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി നടന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലുകളൊക്കെ എന്തോരം ഭംഗി അവിടെ കാണാൻ ഉണ്ടോ. നല്ല ഒരുപാട് ഭംഗിയുള്ള കമ്മലായാലും ചെയിനായാലും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ പൂതിയാവട്ടോ ഒന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിക്കുക. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിവിടെ ഷോളൊക്കെ ചുറ്റി നടക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് ഇതൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ മുതലാവില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ മാഷാഅല്ലാഹ് കല്യാണത്തിനും തക്കാരത്തിനൊക്കെ പോകുമ്പോൾ മുതലാവിന്. ഇവിടെ നിന്ന് പറയുന്നത് ഒന്നും മുതലാവാത്തതിനെ കൊണ്ട് ഫാൻസി വാങ്ങിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ കാണുമ്പോൾ നല്ലൊരു പൂതി തോന്നി. ഒക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ട് ഒരുപാട് ഈ സിൽവറിലൊക്കെ ഭയങ്കര ഹാരണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് ഷോപ്പിൽ തന്നെ ഇതുപോലത്തെ ഐറ്റംസുകൾ ഒരുപാടുണ്ടായിരുന്നു. അതേമാതിരി എന്താ പറയുക ഗ്ലാസ്സുകൾ, കുപ്പികൾ, നല്ല എല്ലാ ക്യൂട്ടായിട്ടുള്ള നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇതേമാതിരി കുറച്ചായിട്ട് കാണുന്നതൊക്കെ അങ്ങനെ എടുത്തിരുന്നു. അത്ര വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഭയങ്കര റീസണബിൾ പ്രൈസ് ആയിരുന്നു ഇവിടെ. അതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാണാൻ നല്ല നമുക്ക് ഭംഗിക്ക് വെക്കാൻ പറ്റിയ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടി, ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ടി ലിങ്ക്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കേണ്ടി. ഇതുപോലെ ചെറിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്.
അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ ഞാൻ എടുത്തിരുന്നു കേട്ടോ. അവിടുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത്, എന്താ പറയുക, നമുക്ക് ചെറിയ അച്ചാർ, ചട്നി, തൈരൊക്കെ ഇങ്ങനെ വിളമ്പാൻ പറ്റിയ ചെറിയ ചെറിയ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇറങ്ങിയിട്ടുള്ള ഷോപ്പുകളാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ മാളിലും ഇതുണ്ട്. ഓസോൺ അങ്ങനെ എന്തൊട്ടാണ് ഷോപ്പിൻ്റെ പേര്. എല്ലാ മാളിലും ഈ ഷോപ്പുണ്ട്. അങ്ങനെ ഭയങ്കര റീസണബിൾ പ്രൈസിനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്, ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല ഗാർണിഷിന് പറ്റിയിട്ടുള്ള അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതെല്ലാ മാളിലും ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ വീഡിയോ എന്ന് പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി, സപ്പോർട്ട് ചെയ്യേണ്ടി, ഫീഡ്ബാക്കൊക്കെ അറിയിക്കേണ്ടി. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ പുലർച്ചെയൊക്കെ ആണ് കേട്ടോ നമ്മൾ അത്താഴം കഴിച്ചത്.